ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ വിഭവമാണ്. നമ്മുടെ എല്ലാ വീടുകളിലും മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് പഴഞ്ചോറ്. ഈ ഒരു പഴഞ്ചോറ് ഒരു വെറൈറ്റി ടേസ്റ്റിലേക്കൊന്ന് മാറ്റിയാലോ? ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പഴഞ്ചോറ്. തലേ ദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിൽ കുറച്ച് ചോറ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോ ആ ഒരു ചോറിനെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചൂട് കാലമായതിനാൽ ചോറ് പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം ചോറ് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 കൊച്ചുള്ളി കട്ട് ചെയ്ത് കൂടി ചേർക്കണം. ഇനി എരിവിനായിട്ട് 2-3 പച്ചമുളകും കൂടി ചേർക്കാം. കൂടെ തന്നെ 1 കപ്പോളം തൈര് കൂടി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴങ്കഞ്ഞിയിലേക്ക് ചേർക്കാം. ഇനി ഒരു വെറൈറ്റി ടേസ്റ്റിനായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ പഴങ്കഞ്ഞി ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഒരു തരി പോലും കറി വേണ്ട. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് പഴഞ്ചോറുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തുടർന്നുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിനായിട്ട് ആ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ.